ചില ആളുകൾ പറയും, അവരുടെ നല്ല ഉദ്ദേശം കൊണ്ടാണ് അവർ പറയുന്നത്, ഖുർആൻ ഖത്തം തീർക്കുകയല്ല വേണ്ടത്, അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്ത് പഠിക്കുകയാണ് വേണ്ടത്, ഖത്തം തീർക്കുന്നതിന് പ്രാധാന്യമില്ല. ആ പറയുന്നത് തെറ്റാണ്. അവരാദ്യം പറഞ്ഞത് ശരിയാണ്. ഖുർആൻ അർത്ഥം പഠിച്ച് ജീവിതത്തിൽ അമലാക്കുക തന്നെയാണ് വേണ്ടത്. മക്സദ് അതാണ് എന്ന് കരുതി മറ്റൊന്നിനെ നിഷേധിക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസത്തിൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ ഓതി തീർക്കുക എന്നുള്ളത് നബിയുടെ സുന്നത്താണ്. എല്ലാ റമളാനിലും നബി അത് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ റമളാനിൽ 2 തവണ ചെയ്തിട്ടുണ്ട്. സ്വഹാബികൾ മാതൃകയാക്കിയതാണ്. എല്ലാ സ്വഹാബികളും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നബിയും സ്വഹാബത്തും ഒക്കെ മാതൃകയാക്കിയ ഒന്നിനെ അങ്ങനെ ഒന്നില്ല എന്ന് പറയുമ്പോൾ സൂക്ഷിക്കണം. അർത്ഥമറിയണം, അത് ശരിയാണ്. പക്ഷേ ഖത്മുൽ ഖുർആനിന് പ്രാധാന്യമുണ്ട്. ഓരോ ഹർഫിനും വമ്പിച്ച കൂലിയാണ്. ഒരു ഖത്മ് തീരുമ്പോഴേക്ക് നമ്മുടെ തുലാസിൽ ഒരുപാട് നന്മകൾ ഘനം തൂങ്ങും. അത് വലിയ ഉപകാരമുണ്ടാകും പരലോകത്ത് ഇൻഷാ അല്ലാഹു തആല. അതുകൊണ്ടാണ് മഹാന്മാരിൽപ്പെട്ട ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകള് കരയുകയാണ്. ഉപ്പ മരണശയ്യയിൽ കിടക്കുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത്, എന്തിനാണ് മകളെ നീ എന്നെ ഓർത്ത് കരയുന്നത്? ഇതാ നോക്കൂ, ആ വീടിൻ്റെ ഒരു 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 കോർണർ കാണിച്ചിട്ട് അദ്ദേഹം പറയാണ്, അവിടെ ഇരുന്ന് നിൻ്റെ ഉപ്പ എത്രയോ ഖത്മ് തീർത്തിട്ടുണ്ട്, എത്രയോ ഖുർആൻ ഖത്മ്. ഒരു എണ്ണം അതിൽ പറയുന്നു, ആ എണ്ണം ഞാൻ മറന്നുപോയി. പക്ഷേ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാവുന്നതിനേക്കാൾ കൂടുതലുള്ളൊരെണ്ണമാണത്. അത്രയും ഖത്മ് ഞാൻ തീർത്തിട്ടുണ്ട്, പേടിക്കണ്ട. അതാ ഒരു ആത്മവിശ്വാസം തന്നെയാണ് പ്രിയപ്പെട്ടവരെ. ആ നിലക്ക് പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിന് ഈ അവസാനത്തെ 10 നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം.